ഇന്നലെ നരിക്കോട്ടെ വരവിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ലിജോ ജോസ് ആണെങ്കിൽ ഇന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാത്ത ആൾ ഇപ്പോൾ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂവും കൊടുത്ത് പ്രസ് മീറ്റും കൊടുത്ത് ഓടി നടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇമാരി ഹേറ്റ് ഇന്നേ വരെ LGB പടങ്ങൾ കിട്ടിയിട്ടില്ല. ആൻഡ് ദിസ് വാസ് ഹിസ് മോസ്റ്റ് ഫൈനസ്റ്റ് ആൻഡ് ഹാർഡ് വർക്ക്ഡ് മൂവി എവർ മെയ്ഡ് ബൈ, അത് അയാൾ തന്നെ പറഞ്ഞാണ്. അപ്പോൾ സോ ആൻഡ് അതിന് മോഹൻലാലിൻ്റെ പേജിൽ തന്നെ ഒരു BTS സീൻസുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹി വർക്ക്ഡ് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഡൗൺ ആവുമല്ലോ. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ പറഞ്ഞത് പുള്ളി ആകെ ഡിപ്രസ്ഡ് ആയിട്ട്, അത്രയ്ക്കൊന്നുമില്ല. ഇന്നലെ ഒക്കെ 2-3 ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫിലിം കമ്പാനിയൻ സൗത്തിൻ്റെയും നമ്മുടെ BR ഭരദ്വാജ് റങ്കൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി വെരി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിം കമ്പാനിയൻ സൗത്തിൻ്റെ ആ ഇൻ്റർവ്യൂ അത്ര ഒരു പ്ലെയിൻ ആയിരുന്നു, സെറ്റിലായിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ BRൻ്റെ നമ്മുടെ ഭരദ്വാജ് രംഗൻ്റെ ഇൻ്റർവ്യൂ. അത് വിറ്റ് നല്ല ക്രിസ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും മലക്കോട്ടെ വാലിബൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചറും പോയിൻ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുകയുണ്ടായി. LGB മെയിനായിട്ട് പറയണ ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ സിനിമ കണ്ടിട്ട് ഒപ്പീനിയൻ പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാളുടെ അടുത്ത് കാണണ്ടെന്ന് പറയുന്നത് മാത്രം പുള്ളിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. Why people should not be throwing stones at each other in the name of a film? I mean, it's all yours. I mean, you watch it, not watch it, it's all fine, but not compel people not to watch it. Apart from that, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മൾ സിനിമ സോഷ്യൽ മീഡിയയിലെ ഒപ്പീനിയൻസ് കണ്ടിട്ട് സിനിമ കാണുന്നതും ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിവേ, മൂവിങ് ടു ദി ഇൻ്റർവ്യൂ, പുള്ളിക്കാരൻ എന്താ പറയുക, നമ്മളെ ഇവിടുത്തെ പോലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെയുള്ള യൂഷ്വൽ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറ്റി നിർത്തിയിട്ട് ലൈക്ക് പടത്തിന് ഇൻഡെപ്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ടായി. ഇപ്പം മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സീൻസ് ഉണ്ടല്ലോ, അതിൽ കൊണ്ടങ്ങനെ റെഫറൻസ് ഉണ്ട്. അത് പഴയ പടങ്ങൾ 70s ബോളിവുഡ് ആയാലും ലൈക്ക് ക്ലിൻ്റ് ഈസ്റ്റ്വുഡ്, ഹോളിവുഡ് അല്ലെങ്കിൽ സ്പെഗറ്റി, അങ്ങനെ ഒത്തിരി പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്. ഷോലെ, അങ്ങനെ മെഹബൂബ സോങ്, ഒരുപാട് റെഫറൻസസ് ഉണ്ട്. ഈവൻ ഭാഷത്തെ കൊഞ്ചം എങ്കപ്പാർക്കാണ്. അങ്ങനെ ഇത് ഈ പടം പറഞ്ഞാലേ ഫുൾ ഓഫ് റെഫറൻസ് ആണ്. So I have taken references from all over. So I have taken references from Karnan, I have taken references from Beam, I have taken references from Hanuman and Hercules and Samson who pulled down the pillars. So it's like a mix of all those pieces from around the globe. ഇത് നിങ്ങളൊരു സ്റ്റോറി ആയിട്ടൊരു ലൈക്ക് വാട്ട് യു സേ നൻപകൾ അതുപോലൊരു കണക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിട്ടൊന്നും കാര്യമില്ല. പുള്ളിക്കാരൻ ഓരോ പടവും വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരനൊരു ജോണറിൽ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞ് നോക്കിയിട്ട് പടം കാണാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. We wanted to make a film so unique which combines all these elements which the present cinema don't see at all. Right. You don't see a Western film anymore. Either you have to be completely blank or expect the unexpected. മെയിനായിട്ട് ഇവർ ക്യാരക്ടർ ഡ്രിവൻ, അതായത് ഒരിക്കലും പ്ലോട്ട് ഡ്രിവൻ അല്ല. ഇപ്പോൾ നൻപകളിൽ ഫുള്ളൊരു പ്ലോട്ടായിരുന്നു. അവിടെയുള്ള ക്യാരക്ടേഴ്സിനെ ഒരു പ്ലോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി പറയണം. പക്ഷേ ഇതിലങ്ങനെയല്ല, ഓരോ ക്യാരക്ടേഴ്സിനെയും ബിൽഡ് ചെയ്തിട്ട് അവരിനെ ഒരു ഇതിൽ സ്റ്റോറി ലൈനിൽ പ്ലേസ് ചെയ്തിട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ പടം കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റേജ് ആക്ട് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഡ്രാമ കാണുകയാണെങ്കിൽ അതിൽ കുറേ ആൾക്കാർ അവിടെയും ഇവിടെയും വന്നിട്ട് ഓരോ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ട് പോകുമല്ലോ, അത്രേ ഉള്ളൂ ഈ സിനിമ. It is more of a drama than a film. It is a stage thing. Yeah. So I wanted to get a look of the very stage
drama kind. So the performances, the language used is very dramatic. Yeah. Like even the dialogues, when you look at it, it's very dramatic. Right. And that naturally will give you a sense of time also. Yeah. So you suddenly feel that when you're not in present. Yeah. So, You feel like you're in a time before cinema was invented. yeah. ഈ ഒരു ഓൾഡ് മൂവീസിനുള്ളൊരു ട്രിബ്യൂട്ട് പുള്ളിക്ക് ആരും അറിയില്ല. പുള്ളിക്കാരൻ പണ്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഡ്രാമ തിയേറ്റർ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ആ പുള്ളിക്കാരൻ്റെ പടം ഒരു മൂവി ബഫാണ്. അതും കൊണ്ടും ലൈക്ക് പുള്ളിക്കാരൻ ചെറുപ്പത്തിൽ 20 സിനിമയൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ കണ്ടു തീർക്കും. അപ്പോൾ ആ പടങ്ങളിലൊക്കെ വരുന്ന റെഫറൻസും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് ഈ സ്റ്റോറി ബിൽഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ എൻഡിങ് സീക്വലിനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പത്തിൽ ഹെയ്റ്റ്രഡാണ് പോകണമെങ്കിൽ അവർക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ LJP പോയി ഓടി തന്നെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കണം. ഓൾ ഐ എം സെയിങ് ഇസ് ദാറ്റ് ഈ അതിൻ്റെ ഒരു എൻഡിങ്ങിൽ സാധാരണ എല്ലാ സിനിമയിലും ഇപ്പോൾ ബാഹുബലി ആയി കഴിഞ്ഞാൽ ഒരു ഒരു സീൻ വെച്ചിട്ടാണ് അവർ എൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ. പക്ഷേ ഇതിൽ ജസ്റ്റ് ഒരു ഇമോഷണൽ എൻഡിങ് ആണ്. ലൈക്ക് ആരാണ് അതിൻ്റെ ശരിക്ക് മലൈക്കോട്ടെ വലുവിൻ്റെ റൈവലെന്ന് റിവീൽ ചെയ്തിട്ട് എൻഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതൊരു പെർപ്പസ്ഫുള്ളി ഒരു എമോഷണൽ എൻഡിങ് വേണം പറഞ്ഞിട്ട് LJP ചെയ്തതെന്നാണ് പറയണത്. ഞാൻ റിവ്യൂ ഇട്ടപ്പോഴും ഐ വാസ് സെയിങ് മോർ പോസിറ്റീവ് അബൌട്ട് ദിസ്. ബട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതും ഇത് കട്ടായിട്ട് റൈസ് വെച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലാന്ന്. ടേൺസ് ഔട്ട് ഡീപ്പ് ഇൻ ദ ലൈക്ക് ദാറ്റ്. ഇതിലൊരു ഇപ്പോൾ സേ ഒരു 40-60 റേഷ്യോ എടുത്താലും ഇറ്റ്സ് ഫൈൻ. ഒരു 40% പേർക്ക് ഇപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ബാക്കി സ്റ്റിൽ 60 ഹേറ്റഡാണ്. അതാണ് LJP മൂവീസ് പറഞ്ഞാലേ അങ്ങനെ തന്നെ. ലൈക്ക് ദാറ്റ് ആ ഒരു ഡിഫറൻസ് വന്നുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങിയത്. അത് പറയാൻ തോന്നി വന്നു. ദാറ്റ്സ് ഇറ്റ്.